CPM-നെ സംബന്ധിച്ച് ഒരു 40 സീറ്റിനകത്ത് അവർ ജയിച്ചു വരും CPM-ന്. അതോടൊപ്പം CPI തന്നെ ഒരു 10 സീറ്റ് പുറത്ത് അവർക്കും കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എല്ലാം കൂടെ വന്നാൽ ഒരു 62 സീറ്റിൽ കൂടുതൽ ഈ ട്രെൻഡിൽ കിട്ടാൻ സാധ്യതയില്ല. പുതിയ മാനിഫെസ്റ്റോ എന്താ വെച്ചാൽ ഒരു ചേഞ്ച് ആവശ്യമുണ്ട്. പിന്നെ ഇതിൽ CPM-നേക്കാൾ ഉപരി മാസ്റ്റർ കോൺഗ്രസ് ഇപ്രാവശ്യം ഏകദേശം 90-ൽ പരം സീറ്റിനടുത്ത് മത്സരിക്കുന്നുണ്ട്. സ്വതന്ത്രരടക്കം 84-90. അതാണ് ആ മാൻഡേറ്റ്. 90 നോക്കിയാൽ 50-50 ആയാലും 45 സീറ്റ് ജയിക്കും. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗിന് ഒരു 20 സീറ്റ് അവർക്ക് കിട്ടും. അവരുടെ സീറ്റ് പെട്ടിയിലിട്ട സീറ്റ്, അവരുടെ സീറ്റ് അത് അവർ മാറി കുത്തത്തുമില്ല. അവരെ മുസ്ലിം ലീഗിന്റെ ആൾക്കാർ ആവശ്യമില്ലാതെ വിവാദത്തിന് ഇറങ്ങത്തില്ല. അപ്പൊ അവരിങ്ങോട്ടൊരു പ്രചരണത്തിന് പോലും വരുന്നില്ല. ശ്രീ കുഞ്ഞാലിക്കുട്ടി അവരെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം MK മുനീറിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. ഒരു മുഖ്യമന്ത്രിയുടെ മകൻ, അദ്ദേഹത്തിന്റെ നമ്മള് അവിടെ അദ്ദേഹത്തിന് ഷുഗറായിട്ട് പാൻക്രിയാസിനകത്ത് മെഷീൻ വെച്ച് ചെയ്യുന്നതാ. അത് മാത്രമല്ല അദ്ദേഹത്തിന് പണമില്ലാതെ വീട് ജപ്തി, അത് പാർട്ടിക്കാർ കൊണ്ട് കൊടുത്ത. അപ്പൊ അതൊക്കെ പബ്ലിക് മാൻഡേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മുസ്ലിം ലീഗിലെ സൗകര്യന്മാര് നല്ല ഉഷാറുള്ള പലരും, ഷാജിയനൊക്കെ നല്ല പിണറായിക്കെതിരെ പ്രസംഗിക്കുന്നവരെല്ലാം, ബഷീർ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ചെറുപ്പക്കാരതി മത്സരിക്കുന്നുണ്ട്. അവരുടെ സീറ്റ് ക്ലിയറാണ്. അവര് ഇവിടുത്തുകാരോട് പറഞ്ഞ് നിങ്ങളങ്ങോട്ട് പ്രചരണത്തിന് വരേണ്ട, ഞങ്ങള് ക്ലിയർ നോക്കിക്കോളാം. അവരിങ്ങോട്ടും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 45 കോൺഗ്രസ് കൂട്ടിയാൽ മാക്സിമം ഒരു 20 സീറ്റോളം പാസ്റ്റർ മുസ്ലിം ലീഗിന് കിട്ടും. 65. പിന്നെ ഏത് ട്രെൻഡ് വന്നാലും ഇതിൻ്റെ ഇടയ്ക്കൂടെ വ്യക്തിപരമായിട്ട് ഒരു 10 എണ്ണം കൂടെ കിട്ടിയാൽ 75 സീറ്റുമായിട്ട് ഇന്നത്തെ കണക്കിൽ UDF വരും. അതാണ് ഇന്നത്തെ ട്രെൻഡ്.